ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 7-ാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗം നമ്മൾ ഉപസംഹരിച്ചു. ഇന്ന് അക്ഷരബ്രഹ്മയോഗം അല്ലെങ്കിൽ താരകബ്രഹ്മയോഗം എന്ന് പറയുന്ന 8-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. അക്ഷരബ്രഹ്മയോഗം അഥവാ താരകബ്രഹ്മയോഗം. എന്തുകൊണ്ടാണ് അക്ഷരബ്രഹ്മയോഗം എന്ന് പറയുന്നത്? അക്ഷരം എന്ന് പറഞ്ഞാൽ പ്രണവം എന്നാണ്, താരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രണവം എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കും. 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം. ഭഗവാൻ അർജുനോട് പറഞ്ഞു, ജ്ഞാനത്തെ, പേര് സൂചിപ്പിക്കുന്നത് പോലെ ജ്ഞാനത്തെ വിജ്ഞാനസഹിതം, എങ്ങനെയാണോ വസ്തുനിഷ്ഠമായ ജ്ഞാനം അനുഭവജ്ഞാനമാക്കി തീർക്കുന്ന വിധത്തിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമ്യശേഷത യത് ജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അധ്യായം ആരംഭിച്ചത്. തുടർന്ന് അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട എന്നെ അറിയേണ്ടുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് 2 പ്രകൃതികളെക്കുറിച്ച് പറഞ്ഞു. പരാപ്രകൃതിയും അപരാപ്രകൃതിയും. അപ്പം അതിൽ അഷ്ടവിധത്തിലുള്ള എൻ്റെ പ്രകൃതിയെ, ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം, അതുപോലെ തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച്ച അഹങ്കാരം ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത എന്ന് പറഞ്ഞ 8. തുടർന്ന് അപ്പം ഇതെല്ലാം ഞാനാണ്. തുടർന്ന് പറഞ്ഞു, ഇത് എൻ്റെ അപരാപ്രകൃതിയാണ്, എൻ്റെ പര എന്നത് അതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ളതാണ്. അപ്പം 2 പ്രകൃതികൾ. ഇത് 2 എന്താണ്? നമ്മളൊന്ന് സൂക്ഷ്മവും മറ്റൊന്ന് സ്ഥൂലവുമായിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അതിനേക്കാൾ നമ്മുടെ ഒരു വ്യാവഹാരിക മണ്ഡലം എന്ന് പറയുന്ന നമ്മൾ എത്രമാത്രം നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് എവിടെയൊക്കെ എത്രയൊക്കെ എത്തിച്ചേരാം, അതിനൊക്കെ അപ്പുറത്ത്. ഇപ്പോൾ പുരുഷ സൂക്തത്തിൽ പറയും, അത്യധിഷ്ഠ ദശാങ്കുലം, വീണ്ടും കിടക്കുകയാണ്, ഇതൊരു 1/4 ഭാഗം മാത്രമാണ് എന്ന് പറയാം, 3/4 ഭാഗം പ്രകടമാകാതെ നിൽക്കുന്നു എന്ന് പറയും. അപ്പോൾ അതുപോലെയാണ് ഈ അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിൽ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ പറഞ്ഞത്. എന്നിട്ട് എന്താണ്? സൂര്യനിലെ, ചന്ദ്രനിലെ തേജസ്, സൂര്യനിലെ, അഗ്നിയിലെ, അങ്ങനെ ഓരോന്ന് പറഞ്ഞു. സത്വഗുണങ്ങളും രജോ ഗുണവും, 3 ഗുണങ്ങൾ എന്നിൽ നിന്ന് ആവിർഭൂതമായതാണ്, അതെല്ലാം തന്നെ എന്നിലാണ്, ഞാൻ അവയിലില്ല എന്നുള്ള രഹസ്യവും ഇതൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ ഭക്തന്മാരുടെ ലക്ഷണം പറഞ്ഞു. ചതുർവിധ ഭജന്തേ മാം യേ സുഹൃതിനോ അർജുന, എന്താണ്? ആർത്തോ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനീച ഭരതർഷഭ. ആർത്തൻ, അർത്ഥാർത്ഥി, ദുഃഖിതൻ, അതുപോലെ ജിജ്ഞാസു, ഇങ്ങനെ 4 വിധത്തിലുള്ള ആളുകൾ. ദുഃഖിതനായിട്ടുള്ളവനും, അറിയാൻ ആഗ്രഹമുള്ളവനും, ധനം കാമിക്കുന്നവനും, അറിഞ്ഞവനും, ഇവരൊക്കെ ഭജിക്കുന്നവരൊക്കെ ശ്രേഷ്ഠന്മാർ തന്നെ. എങ്കിലും ജ്ഞാനിയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും മാതൃകയായിട്ട് ഭഗവാൻ ഉദാഹരിച്ചത്. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനിയും ഞാനും തമ്മിൽ, ഭഗവാനും ജ്ഞാനിയും തമ്മിൽ വ്യത്യാസമില്ല. എന്തുകൊണ്ടാണ്? അവൻ വാസുദേവ സർവമിതി, എല്ലാം ഞാനാണെന്ന്, എല്ലാം ഭഗവാനാണെന്ന്. അങ്ങനെ പറയുമ്പോൾ വേറിട്ടൊരാളല്ല കൃഷ്ണൻ, അങ്ങനെയാണെന്ന് അവൻ അറിയുന്നു. അത് തന്നെ എന്താണ്? സുദുർലഭ, ദുർലഭമായിട്ടുള്ള കാര്യമാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു. തുടർന്ന് ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്താണ്? ഈ ജരാമരണമോക്ഷായ മാം ആശ്രിത്യ യദന്തിയെ
തേ ബ്രഹ്മതദ്വിദു കൃഷ്ണം അധ്യാത്മം കർമ്മചാകിലം. അധ്യാത്മമെന്നും കർമ്മമെന്നും ഉള്ളത് ഉപയോഗിച്ച് സാധിഭൂതാദി ദൈവം മാം സാധി യജ്ഞം ച യേ വിദുഹു പ്രയാണകാലേ ച മാം തേ വിദു യുക്തചേതസ. ഇങ്ങനെ അധ്യാത്മവും അതിയജ്ഞവും അതിഭൂതവും ഇത്യാദി ശബ്ദങ്ങളെയൊക്കെ ഭഗവാൻ ഇവിടെ പ്രയോഗിച്ചു. എന്നിട്ടാണ് ആ അധ്യായം 7-ാം അധ്യായം ഉപസംഹരിച്ചത്. സ്വാഭാവികമായും അതിൻ്റെ വിശദീകരണം അർജുനൻ ചോദിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ അക്ഷര ബ്രഹ്മയോഗം അഥവാ താരക ബ്രഹ്മയോഗം എന്ന് പറയുന്ന 8-ാം അധ്യായം ആരംഭിക്കുന്നത് അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയാണ്. എന്താണ് അർജുനൻ ചോദിക്കുന്നത്? അർജുന ഉവാച കിം തദ് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ. സ്വാഭാവികമായും ഭഗവാൻ അവതരിപ്പിച്ച ഈ ശബ്ദങ്ങളുടെ വിശദീകരണം അർജുനൻ ആവശ്യപ്പെടുന്നു. എന്തൊക്കെയാണ് അർജുനൻ്റെ ചോദ്യങ്ങൾ? ഹേ പുരുഷോത്തമ, അല്ലയോ ഉത്തമനായ ശ്രേഷ്ഠനായിട്ടുള്ള പുരുഷ ഭഗവാനെ, അങ്ങ് പറഞ്ഞു. എന്താണ് കിം? കിം എന്ന് വെച്ചാൽ എന്ത്? തദ് ബ്രഹ്മ കിം, കിം അധ്യാത്മം, കിം കർമ്മ, അതിഭൂതം കിം, അതിദൈവം കിം ഉച്യതേ. അങ്ങയാൽ പറയപ്പെട്ടിട്ടുള്ള എന്താണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത്? ആ ബ്രഹ്മം, തദ് ബ്രഹ്മ കിം. അങ്ങ് നേരത്തെ പറഞ്ഞുവല്ലോ ബ്രഹ്മത്തെക്കുറിച്ച്. എന്താണ് ബ്രഹ്മം? അർജുനൻ്റെ ചോദ്യമാണ്. കിം ബ്രഹ്മം, തദ് ബ്രഹ്മ കിം, എന്താണ് ആ ബ്രഹ്മം? അതുപോലെ കിം അധ്യാത്മം, ഈ അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? കിം കർമ്മ, എന്താണ് കർമ്മം? അതിഭൂതം കിം, അതിദൈവം ച കിം ഉച്യതേ, എന്താണ് അതിഭൂതം, എന്താണ് അതിദൈവം? എന്താണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതിനെയൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. മാത്രമല്ല അർജുനൻ ഒന്നുകൂടെ അതിന് കുറച്ചുകൂടെ വിസ്താരം എനിക്ക് ആവശ്യമുണ്ട് എന്ന നിലയിൽ അർജുനൻ 1-2 കാര്യങ്ങളും കൂടെ വിശദീകരിച്ച് തരേണ്ടതുണ്ട് എന്നാവശ്യപ്പെടുന്നു. എന്താണ് അർജുനൻ പറയുന്നത്? അധിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഃ. അർജുനൻ വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ആളാണ്. ഭഗവത്ഗീത ആ നിലയിലാണ് വ്യാസർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗവത്കരിക്കാൻ ഉതകുന്നതും നമ്മുടെ മനോബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ പാകത്തിനുള്ളതുമാണ്. അതുകൊണ്ട് അർജുനൻ ചോദിക്കുന്നത് അതിയജ്ഞ കഥം കഹ അത്ര ദേഹേ അസ്മിൻ മധുസൂദന. ഹേ മധുസൂദന ഭഗവാനെ, അത്ര ഇവിടെ ഈ ലോകത്ത് അസ്മിൻ ദേഹേ, നമ്മുടെ ശരീരത്തിൽ, എൻ്റെ ശരീരത്തിൽ, അസ്മിൻ ദേഹേ അതിയജ്ഞ കഹ. ആരാണ് ഈ അതിയജ്ഞൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഓരോരോ കോണ്ടസ്റ്റിൽ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇത് വേറെ ഓരോ ഏടാകൂടങ്ങളായിട്ട് മാറും. അങ്ങനെ പല 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 ശബ്ദങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ആഴത്തിൽ പോയിട്ട് മനസ്സിലാക്കിയാൽ, ആ താല്പര്യം മനസ്സിലാക്കിയാൽ വലിയ സമാധാനം. ഇപ്പോൾ അസുരൻ എന്ന് പറയുന്ന ശബ്ദം ഒരു ഭൂതകാലത്തിലെ സംഭവമല്ല. അസുരൻ വർത്തമാനകാലത്തിൽ ആസുരികമായ ഭാവം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതാണ്.
ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളിലും തൽപരരായിരിക്കുന്ന ആ അവസ്ഥയെയാണത് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമ്മൾ യുക്തിഭദ്രമായി ചിന്തിക്കുമ്പോഴോ അത് കുറേയും കൂടെ അത് സ്വീകാര്യമാണ്. ആ അസുരനൊരു ഉണ്മയുണ്ട്, ആ അസുരൻ നിലനിൽക്കുന്നുണ്ട്. മറ്റേ അസുരനോ അതിന് യാതൊരു നിലനിൽപ്പുമില്ല, അത് കേവലം ഒരു കെട്ടുകഥ മാത്രമാണ്. അങ്ങനെ കെട്ടുകഥയാണോ? അല്ല. അപ്പോൾ അതിന് വർത്തമാനമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് വർത്തമാനമായിട്ട് അതിന് ബന്ധം ഉണ്ടാവുന്നത്? ആ ശബ്ദത്തെ നിരുക്തം അനുസരിച്ച് ശബ്ദത്തിൻ്റെ രൂപത്തെ മനസ്സിലാക്കുന്ന സമയത്ത് അസുപ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളിലും രമിക്കുന്നവൻ എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ അധിയജ്ഞൻ എന്നൊക്കെ പറയുമ്പോൾ ആരാണിത്? അത് അർജുനൻ ചോദിക്കുന്നത് എൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് അതിന് സ്ഥാനം, എവിടെയാണ് സ്ഥാനം? അധിയജ്ഞ അസ്മിൻ ദേഹേ കഹ, ആരാണത്? പ്രയാണകാലേ നിയതാത്മഭിഹി, പ്രയാണകാലത്ത് മരണസമയത്ത് കഹ, ആരാണ്? കഥം പ്രയാണകാലേ നിയതാത്മഭിഹി, മരണസമയത്ത് ഈ നിയതാത്മഭിഹി യോഗികളാൽ കഥം ജ്ഞേയ അസി, എങ്ങനെയാണ് ഇതൊക്കെ അറിയപ്പെട്ടതായി തീരുകയും ചെയ്യുന്നത്? അങ്ങ് നേരത്തെ പറഞ്ഞതാണ്, ഈ പഴയ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ അറിയുന്നു, എനിക്കറിയാം. എൻ്റെ ഇന്നലകളെക്കുറിച്ച്, ഇന്നിനെക്കുറിച്ച്, നാളെയെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നു. അതൊക്കെ എങ്ങനെയാണ് അങ്ങ് പറഞ്ഞത്? അതൊക്കെ ഒന്ന് പറയൂ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ബ്രഹ്മം, എന്താണ് കർമ്മം, എന്താണ് അധ്യാത്മം, അധിയജ്ഞം, അധിഭൂതം, ഇതിനൊക്കെ ഭഗവാൻ ഉത്തരം പറയുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉപനിഷത്തിൽ, ഈ ഉപനിഷത്തുക്കളിലൂടെ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ചാൽ കുറേയും കൂടിയൊക്കെ നമുക്കൊരു വ്യക്തതയുണ്ടാവും. ഈ ദർശനങ്ങൾ എങ്ങനെയാണ് പ്രവൃത്തിപഥത്തിൽ വരുത്തേണ്ടത് എന്നുള്ളത്. നേരത്തെ അർജുനൻ ചോദിച്ചതുപോലെ അതിനൊരു വ്യക്തതയുണ്ടാവും കൂടുതൽ. ഇപ്പോൾ ഈ ജനകൻ്റെ സദസ്സ് ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ ഈ ആളുകൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന ഒരു വലിയ സദസ്സാണ് ജനകൻ്റെ സദസ്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് യാജ്ഞവൽക്യൻ. ജ്ഞാനികളുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള യാജ്ഞവൽക്യ ഋഷി ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇതിൽ പരാജയപ്പെടുത്തുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർ ചോദ്യങ്ങളായിട്ട് വരും. ചിലർ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ, അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെങ്ങനെയാണ് ജനകൻ ഇതിനൊക്കെ സാക്ഷിയാണ്. അപ്പോൾ പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല സംവാദങ്ങളിൽ ഇത്തരം സാങ്കേതിക ശബ്ദങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അതിനാണിത് പറയുന്നത്. അപ്പോൾ ആ സാങ്കേതിക ശബ്ദങ്ങൾക്ക് ഉപനിഷത്ത് അർത്ഥം കൽപ്പിക്കുന്നത് തികച്ചും വ്യത്യസ്തമായി നമ്മുടെ സങ്കല്പത്തിൽ നിന്നുള്ളതിനപ്പുറത്തുള്ള ശബ്ദങ്ങളാണ്, വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൻ്റെ ഭാഷയിൽ ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. ദേവന്മാർ അതിനെ പ്രാപിച്ചില്ല. കേനോപനിഷത്തിലൊക്കെ വരും അത്. അപ്പോൾ ദേവന്മാർക്ക് അതിനെ അറിയാൻ സാധിക്കുന്നില്ല. ഇനി
ആ ദേവന്മാരുടെ നേതാവായിട്ടുള്ള ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഉപനിഷത്ത് ഭാഷയിൽ ഉപനിഷത്ത് അതിന് അർത്ഥം കൽപ്പിക്കുമ്പോൾ മനസ്സാണ്. അപ്പോഴാണ് നമുക്ക് ഈ വഴിയിലൂടെയും കൂടെ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ പുരാണങ്ങൾക്ക് കിട്ടുന്ന ആ കഥയുടെ പിറകിലെ താല്പര്യങ്ങളെ ഇത് നമ്മൾ പ്രയത്നിക്കേണ്ടതാണ് സ്വയം. ഇത് എവിടെയെങ്കിലും കൃത്യമായിട്ടൊന്നും എഴുതി ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചനകളെല്ലാം ഉണ്ട്. സൂചനകളൊന്നും എന്താ പറയുക, യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാത്ത വിധത്തിൽ നല്ല സൂചനകൾ പലയിടത്തും ഉണ്ടാവും. ഇപ്പം യാജ്ഞവൽക്യൻ്റെ അടുത്ത് ഈ പറയുന്ന ഒരു ആർത്തഭാഗൻ എന്ന് പറയുന്ന ഋഷി, അദ്ദേഹം ജ്ഞാനിയാണ്. അദ്ദേഹം വന്നിട്ട് ഈ ബൃഹദാരണ്യകത്തിൽ ഒരു സന്ദർഭത്തിൽ യാജ്ഞവൽക്യൻ ഇങ്ങനെ എണ്ണി എണ്ണി ആളുകളെ പരാജയപ്പെടുത്തുകയാണ്. ഓരോരുത്തരും വളരെ രസമായിട്ടുള്ള ഒരു ഭാഗമാണ്. അങ്ങനെ എണ്ണി എണ്ണി പരാജയപ്പെടുത്തുന്നിടത്ത് അവരൊക്കെ ഓരോ പല പല ചോദ്യങ്ങളായിട്ട് വരും. ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഇദ്ദേഹം സർവജ്ഞപീഠം കയറുന്ന അവസ്ഥയാണത്. അപ്പോൾ ഈ ആർത്തഭാഗൻ വന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഗ്രഹങ്ങൾ എത്രയാണെന്ന്. ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. ഗ്രഹങ്ങൾ എത്രയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഗ്രഹങ്ങൾ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നവഗ്രഹ സ്തോത്രം കൊണ്ട് ചൊല്ലും. ഓം നമ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരു ശുക്ര ശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. ഇതാണ് ഗ്രഹങ്ങളെന്ന്. അപ്പം ചോദ്യം അങ്ങനെയുള്ളതാണ്. അപ്പോൾ ആർത്തഭാഗൻ ചോദ്യം ചോദിച്ചു ഗ്രഹങ്ങൾ എത്രയാണെന്ന്. യാജ്ഞവൽക്യൻ്റെ ഉത്തരം എന്താണ്? ഗ്രഹങ്ങൾ 8 എന്നാണ്. ഏതാണ് ഗ്രഹം എന്നൊന്നും പറയുന്നില്ല, ഗ്രഹങ്ങൾ 8 എന്ന് പറഞ്ഞു. ആർത്തഭാഗൻ ചോദിക്കുകയാണ് അതിൻ്റെ അതിഗ്രഹങ്ങളോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു അതിഗ്രഹങ്ങളും 8. അപ്പോൾ 8 ഗ്രഹങ്ങളും 8 അതിഗ്രഹങ്ങളും. അപ്പോൾ ഇദ്ദേഹം ആർത്തഭാഗൻ യാജ്ഞവൽക്യനോട് പറയുക അതിനെ വിശദീകരിക്കൂ, എന്താണ് ഗ്രഹങ്ങളെന്നും അതിഗ്രഹങ്ങളെന്നും വിശദീകരിക്കൂ. അപ്പോൾ ആ വിശദീകരണം വരുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുക? ആഹാ, അപ്പം ഇത് ഗ്രഹമാണ്. എന്തുകൊണ്ട് ഇത് ഗ്രഹം? അപ്പം നമ്മളെ സംബന്ധിച്ച് ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ സൗരയൂഥത്തിൽ ചുറ്റിക്കറങ്ങുന്ന അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഈ നേരത്തെ പറഞ്ഞ നവഗ്രഹ സ്തോത്രം എന്ന് പറയുന്ന 9 ഗ്രഹങ്ങൾ എങ്ങനെയാണ് 8 സ്വാമി? ഗ്രഹങ്ങൾ 9 അല്ലേ എന്ന് ചിലപ്പോൾ തോന്നാം. അപ്പോൾ ആ ഗ്രഹങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. സൂര്യനെക്കുറിച്ചും സോമനെക്കുറിച്ചും നമ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരു ശുക്ര ശനിഭ്യശ്ച രാഹവേ കേതവേ. രാഹു കേതു, ഈ രാഹുവിനെയൊന്നും ഗ്രഹമായിട്ട് കണക്കാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് പറയും. അപ്പം യാജ്ഞവൽക്യൻ പറയുന്ന ഗ്രഹം ഏതാണ്, അതിഗ്രഹം ഏതാണ്? അത് തികച്ചും വേറിട്ട, നേരത്തെ അർജുനൻ പറഞ്ഞതുപോലെ തൊട്ട് കാണിക്കാൻ എൻ്റെ ശരീരത്തിൽ. അപ്പോൾ ഉപനിഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അത് എൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഞാനതിനെ അറിയേണ്ടത്? ആർത്തഭാഗൻ അങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷേ ഈ ചോദ്യം സാമാന്യ രീതിയിലുള്ളതല്ല, മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചല്ല ചോദ്യം എന്നുള്ളത് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് യാജ്ഞവൽക്യൻ എന്നുള്ളത് കൊണ്ട് യാജ്ഞവൽക്യൻ അങ്ങനെ തന്നെയാണ് അതിന് മറുപടിയും നൽകുന്നത്. അപ്പോൾ അതിൽ യാജ്ഞവൽക്യൻ ആദ്യം പറയുന്നത് എന്താണ്? പ്രാണൻ ഗ്രഹമാണ്. ഒന്നാമത്തെ ഗ്രഹം പ്രാണനാകുന്നു. പ്രാണനാകുന്ന ഗ്രഹത്തിന് അതിഗ്രഹമായി നിൽക്കുന്നത് അപാനനാണ്. അപാനനിലൂടെയാണ് എല്ലാ
ഗന്ധങ്ങളും ഗ്രഹിക്കപ്പെടുന്നത്. അവിടെയാണ് അർത്ഥം വരുന്നത്. ഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കപ്പെടുന്നതേതോ അതാണ് ഗ്രഹം എന്നത്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഗ്രഹങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ, ഇവിടെ 8 ഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പം ഇതിന് ഇന്ദ്രിയങ്ങൾ ഗ്രഹങ്ങളായിരിക്കുകയും അതിന് ഗ്രഹിക്കപ്പെടാനുള്ളതെന്തോ അതൊക്കെ അതിൻ്റെ അതിഗ്രഹങ്ങളായിട്ടിരിക്കുന്നതായിട്ടാണ് യാജ്ഞവൽക്യൻ പറയുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറേയും കൂടെ കാര്യങ്ങളിൽ എന്തുണ്ടാവും, ഒരു വ്യക്തതയുണ്ടാവും. ഇത് വെറും പഴങ്കഥകളല്ല, പൊട്ടത്തരങ്ങളല്ല. ഇതിന് പല തലങ്ങളിൽ, പല ലെയറുകളായിട്ട് ഇത് പറയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഈ കഥയായിട്ട് നിൽക്കുമ്പോൾ ആ കഥയായിട്ട് തന്നെ അവിടെ നിന്നോളും. അതിനൊരു ഗുണമുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ നിഷേധിക്കുന്നതല്ല. കഥയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞില്ലെങ്കിലും അത് ആ വഴിയിൽ നിലനിൽക്കും. അത് നല്ലതാ. അപ്പം ഈ പറഞ്ഞ അപാനൻ അതിൻ്റെ അതിഗ്രഹമാണ്. അതുകൊണ്ടാണ് ഗന്ധം ഗ്രഹിക്കപ്പെടുന്നത്. അതാണ്. അപ്പോൾ ഗന്ധം എന്താണ്? അതിൻ്റെ അപാനൻ അതിൻ്റെ അതിഗ്രഹവും പ്രാണൻ ഗ്രഹവുമാണ്. അതിമനോഹരമാണ്. നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അതിലേക്ക്, വളരെ ഒന്ന് രത്നചുരുക്കമായിട്ട് പറയുക. രണ്ടാമത്തെ ഗ്രഹമായിട്ട് യാജ്ഞവൽക്യൻ പറയുന്നത് വാക്ക് ഗ്രഹമാകുന്നു എന്നാണ്. വാഗിന്ദ്രിയം, വാക്ക് ഗ്രഹമാണ്. വാക്കിന് അതിഗ്രഹമായി വർത്തിക്കുന്നത് എന്താണ്? നാമമാണ്. എന്ത് മനോഹരമാണെന്ന് നോക്കൂ, വാക്കും നാമങ്ങളും. അപ്പം എന്താണ് ഈ വാക്കുകൊണ്ടാണല്ലോ നാമങ്ങളൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ വാക്കും നാമവും എങ്ങനെയാണ് അത് പൂരകങ്ങളായി നിൽക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഈ കണക്ടിവിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പാരസ്പര്യം, ആ പൂരകങ്ങളാവുന്ന തലം വാക്കും നാമവും. ഇതിൻ്റെ വേറെ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് മരിക്കുമ്പോഴും ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റുള്ളതൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വാക്ക് ഇല്ലാതെയായാലും നാമം ഇല്ലാതെയാവില്ല. അങ്ങനത്തെ വേറെ ചർച്ചയുണ്ട്. ഇപ്പം നമ്മൾ ചർച്ചകൾ തുടങ്ങിയ ഇങ്ങനെ ഓരോരോ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഗീത ഇനി അതിൻ്റെ ഒരു തലത്തിലേക്ക്, ഇപ്പോൾ ഈ തത്പദ നിരൂപണം നടത്തുമ്പം അത് എങ്ങനെയാണ് ഇതാകുന്നത് എന്നുള്ളത് പറയുന്ന ഇതെല്ലാം എന്താ പറയുക, ചേർത്ത് മനസ്സിലാക്കി പോകേണ്ടുന്നതാണ്. അപ്പോൾ വാക്ക് ഗ്രഹമാണെങ്കിൽ നാമം അതിഗ്രഹമാണ്. അതുപോലെ പിന്നെ മൂന്നാമത്തെ ഗ്രഹമായിട്ട് പറയുന്നത് ജിഹ്വയാണ്, നമ്മുടെ നാവ്. ഈ വാക്കും ജിഹ്വയും രണ്ടായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ മറ്റൊരിടത്ത് പറയും, വാങ്മേ മനസ്സി പ്രതിഷ്ഠിത, വാക്കിൽ മനസ്സ്. ജിഹ്വയിൽ എന്തുണ്ടായിരിക്കണം എന്നാ പറയാ, ജിഹ്വാമേ മധുമത്തമ. അതിമനോഹര. അതിനാണ് ഈ ജിഹ്വയിൽ, നാവിൽ ഈ ചെറിയ കുട്ടികൾക്ക് അന്നപ്രാശം ചെയ്യുന്ന സമയത്ത് സ്വർണവും തേനും ചേർത്ത് അരച്ച് നാവിൽ പുരട്ടി കൊടുക്കുന്നത്. എന്തിനാ? വാക്കുകൾ ഈ നാവിലൂടെ, ജിഹ്വാമേ മധുമത്തമാന്നാണ്. അത് നല്ല മധുരതരമായ, നമ്മൾ സ്വീറ്റ് വേർഡ്സ് എന്ന് പറയുമല്ലോ, മധുരമായ ഭാഷണങ്ങൾ. എന്താണ്? അന്യൻ്റെ കർണപുടത്തിന് ആനന്ദം പ്രദാനം ചെയ്യുന്നതായിരിക്കണം. പരുഷമായ വാക്കുകൾ പറയരുത് എന്നാണ്. അതുകൊണ്ട് നിൻ്റെ നാവുകളിൽ ഇതുപോലെ മാധുര്യമായ വാക്കുകൾ വരട്ടെ. അതിൻ്റെ പ്രതീകമാണ് തേൻ എന്ന് പറയുന്നത്. സ്വർണം എന്താണ്? അത് പാഴ്വാക്കുകളാവാതെ വിലയുറ്റതാകട്ടെ എന്നുള്ള സങ്കല്പമാണ്.
ലോഹത്തിൽ ഏറ്റവും വിലപിടിച്ച ഒരു ലോഹമാണ് സ്വർണം. അതിനെ ഇതുമായി ചേർത്ത് നാവിലേക്ക് വെക്കുന്നതിൻ്റെ താല്പര്യം അതാണ്. അല്ലാതെ ഈ കുട്ടിക്ക് വേറെന്തോ കിട്ടുന്നുള്ളതല്ല. അതിൻ്റെ സങ്കല്പം അതാണ്. അപ്പം നിങ്ങളും ആ സങ്കല്പത്തിലാണ് ചെയ്യേണ്ടത്. അക്ഷരം എഴുതുന്നത്, നമ്മൾ വിദ്യാരംഭം നടത്തുമ്പോൾ സ്വർണത്തിൻ്റെ ഈ മോതിരം എന്തെങ്കിലും കൊണ്ട് കുട്ടിയുടെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നത് എന്തിനാ? ഇതുകൊണ്ടാണ്. നിൻ്റെ വാക്കുകൾക്ക് വിലയുറ്റ വാക്കുകൾ, ആ വാക്കുകൾ നല്ല എന്താ പറയുക, മതിപ്പുള്ള വാക്കുകളായിരിക്കണം. വെറും ഗീർവാണങ്ങൾ, തള്ളലുകളാവരുത് എന്ന് പറയാം. അപ്പോൾ വാക്ക് ഗ്രഹമാണ്. ആ വാക്കിനെയാണ് നമ്മൾ ജിഹ്വ എന്ന് പറയുന്നത്. അപ്പം ജിഹ്വയ്ക്ക്, നാവിന് വാക്ക് ഗ്രഹമാണ്, അതിൻ്റെ അതിഗ്രഹം നാമമാണെന്ന് കണ്ടു. തുടർന്ന് വരുന്ന മൂന്നാമത്തെ ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് ഗ്രഹമാണ്. ആ ജിഹ്വയുടെ അതിഗ്രഹം എന്താണ്? രസമാണ് അതിൻ്റെ അതിഗ്രഹം. നാവ് എല്ലാ രസങ്ങളെയും അതറിയുന്നു. അതാണ്, അത് ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ വരുന്ന അതിഗ്രഹം എന്ന് പറയുന്നത്. ഗ്രഹവും അതിഗ്രഹവും. ജിഹ്വ ഗ്രഹമാണെങ്കിൽ രസം എന്നത് അതിഗ്രഹമാണ്. പിന്നെ പറയുന്നു യാജ്ഞവൽക്യൻ, ചക്ഷുസ് ഗ്രഹമാണ്. ആ ചക്ഷുസ് ഗ്രഹമാണെങ്കിൽ രൂപം അതിന് അതിഗ്രഹമാണ്. അപ്പം കണ്ണിന് ഈ രൂപങ്ങളെല്ലാം തന്നെ അത് ഗ്രഹിക്കുന്നു. അതുകൊണ്ട് രൂപങ്ങൾ അതിൻ്റെ അതിഗ്രഹങ്ങളാകുന്നു. രൂപം അതിന് അതിഗ്രഹമാകുന്നു. പിന്നെ പറയുന്നു ശ്രോത്രം, കാത് ഗ്രഹമാണ്. ശബ്ദം അതിഗ്രഹമാണ്. ശബ്ദത്തെ ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഗ്രഹവും അതിഗ്രഹവും. പിന്നെ പറയുന്നു കൈകൾ ഗ്രഹമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളെ പറഞ്ഞു. ആ ഇന്ദ്രിയ വിഷയങ്ങൾ അതിന് ഗ്രഹങ്ങളും അതിഗ്രഹങ്ങളുമായി നിൽക്കുന്നത്. ഹസ്തങ്ങൾ ഗ്രഹങ്ങളാണ്. അതിലെ കർമ്മങ്ങളാണ് അതിഗ്രഹങ്ങൾ. കർമ്മം കൊണ്ടാണ് ഗ്രഹിക്കുന്നത്. അപ്പം കൈകളും കർമ്മവും. ഹസ്തങ്ങൾ ഗ്രഹങ്ങളാണെങ്കിൽ കർമ്മങ്ങൾ അതിഗ്രഹങ്ങളാണ്. തുടർന്ന് പറയാണ് ത്വക്ക് ഗ്രഹമാണ്. അതിലെ സ്പർശം എന്നുള്ളത് അതിഗ്രഹമാണ്. ഇങ്ങനെ ത്വക്കാണ് അവസാനത്തെ 8ാമത്തെ ഗ്രഹം. അതിൻ്റെ അതിഗ്രഹമാണ് സ്പർശം എന്ന് പറയാം. പിന്നെ ചർച്ച വളരെ രസമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ചർച്ചയെ അല്ല കാണുന്നത് ഇവിടെ. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൂടെ നിങ്ങളോട് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഉടനെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ആത്മാ എന്ന് കേട്ടാൽ എന്താ? ഈ യുക്തിവാദികൾ പറയുന്ന ആത്മാ. കൂട് വിട്ട് കൂട് മാറുക. അതുകൊണ്ടാണ് ഇവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത്. നമ്മൾ അവരെ പരിഹസിക്കുകയല്ല. നമുക്ക് യുക്തിവാദികളോടുള്ള അപേക്ഷ, നിങ്ങളിത് ഒന്ന് സംസ്കൃതം പഠിക്കണം. നിങ്ങൾ കുത്തിയിരുന്ന് നിർബന്ധമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും അതിനിവിടെ അവൈലബിൾ ആണെന്നേ. നിരുക്തമുണ്ട്, ധാതുപാഠാവലിയുണ്ട്, സംസ്കൃത ഡിക്ഷണറി ഉണ്ട്. നിങ്ങൾ അർത്ഥം നോക്കാൻ അത് നോക്കണം. നോക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരർത്ഥം ഉണ്ടാക്കിയാൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ അത് സംസ്കൃതത്തിൽ നിങ്ങൾ പറയണം, നിങ്ങൾക്ക് കാണിച്ചു തരണം. ആത്മാ എന്ന് പറഞ്ഞാൽ കൂട് വിട്ട് കൂട് മാറുന്നതാണ് ആത്മാ എന്ന് ആരാണ് എഴുതി വെച്ചത്? യാസ്കൻ എഴുതിയോ? പതഞ്ജലി എഴുതിയോ? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് പറയണതാ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ തന്നെ ഈ ആത്മാ എന്ന് പറഞ്ഞാൽ കൂട് വിട്ട് കൂട് മാറുന്നതിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. ഇവിടെ ഇതൊക്കെ പറയാൻ പോവുകയാണല്ലോ. അപ്പം ഈ അല്ലാത്തവരോടും നമ്മുടെ അപേക്ഷ ഏതാണ്? നിങ്ങളും ഈ പറഞ്ഞ പോലെ ബലിതർപ്പണം ചെയ്യാൻ പോകുമ്പോൾ ഈ ആത്മാവ് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ആ ആലുവ മണപ്പുറത്ത് വന്ന് നിൽക്കുന്നു. അവിടുന്ന് നിങ്ങൾ കൊടുക്കുന്ന ഈ അരി, റേഷനരിയോ എന്തോ ആവട്ടെ,
അത് മേടിക്കാൻ വരും എന്നൊക്കെയാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയാണോ അതിനെ ആചാര്യന്മാർ ശരിയാം വിധത്തിൽ പറഞ്ഞത്? ഇതൊക്കെ ജ്യോത്സ്യന്മാരും ഇവരൊക്കെ ഓരോന്നൊക്കെ പറയും. അപ്പോൾ ഈ ധർമ്മശാസ്ത്രത്തിൽ നിന്ന് നിങ്ങൾ ഇത് ഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നറിയോ, ഒരു മനസമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും പേടിപ്പിക്കുകയാണ് നിങ്ങളെ. കുറേ നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. നമ്മൾ ഈ ആളുകളിലെ എന്താ പറയാന്നറിയോ, നമ്മളെങ്ങനെയാണ് നമുക്ക് എന്താന്ന് പറയോ, എന്തിനും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇരട്ടത്താപ്പിൻ്റെ ആശാന്മാരാ. അങ്ങേയറ്റം നീചന്മാരും നിന്ദ്യന്മാരുമാണ്, തർക്കമൊന്നുമില്ല. ഒരു അരിക്കൊമ്പൻ, അതുപോലെ വേറെ ഏതോ ഒരു കൊമ്പൻ ഉണ്ടായിരുന്നു. ഈ അരിക്കൊമ്പനെയൊക്കെ നാട് കടത്താൻ എന്തൊക്കെ ബഹളങ്ങളാണ്, ഹൈവേ ഉപരോധം, ഇത്. കാട്ടിൽ നിന്ന് ആന ഇറങ്ങി ആളുകളെ എന്തെങ്കിലും വിധത്തിലുള്ള ഹാനി ആളുകൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ വേദനയും വിഷമമൊക്കെ ഉണ്ട്. കാരണം ഇത് സ്വാഭാവികമാണ്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നന്നായി അറിയുന്ന പ്രഗത്ഭരായിട്ടുള്ള വിദ്വാന്മാർ വരെ, നമ്മുടെ മുതലവേട്ടക്കാരൻ ഈ ഓസ്ട്രേലിയയിൽ വലിയൊരു പാർക്കുണ്ടല്ലോ, എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, നമ്മുടെ തിരുവനന്തപുരത്ത് മൃഗശാലയിൽ പോലും നമ്മുടെ മുതല പാർക്കിന് മൂപ്പരുടെ സ്റ്റാച്യു അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ്? ഒരു വലിയ മത്സ്യം, ഈ തിരണ്ടി പോലുള്ള സാധനം വാലുകൊണ്ട് കുത്തുന്നതാണ്, ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറിയിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അത് മുതലപ്പിടുത്തത്തിൽ വലിയ വിദ്വാനാണ്, മുതലയൊക്കെ പിടിക്കുന്ന ആളാണ്. മുതലയെ ഇങ്ങനെ 5ാം ക്ലാസ്സിൽ സ്കൂളിൽ പോവാത്ത, അല്ലെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ കളിക്കാൻ ഞാൻ മുതലയായിട്ട് ഞാൻ ഇങ്ങനെ വന്നിരുന്നു, മുതല എനിക്ക് കളിക്കൂട്ടുകാരനാണെന്ന് പറയുന്ന തള്ളലിനെ അല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണ്. ഈ നമ്മുടെ വാവ സുരേഷിന് എത്ര പാമ്പിൻ്റെ കടി കിട്ടിയിട്ടുണ്ട്, മരണത്തിനോട് മുഖാമുഖം നിന്നിട്ടുള്ള ആളാണ്. അപ്പം അത് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, അത് അവർ അതിൽ പ്രാവീണ്യമുള്ളവരാണ്, അവർക്കറിയാം. അത് അങ്ങനെയുള്ള മരണങ്ങൾ സ്വാഭാവികമാണ്. പാമ്പ് വേലായുധൻ, പാമ്പ് സർപ്പയജ്ഞം കേരളത്തിൽ ആദ്യം നടത്തിയ ആളാണ്. മൂപ്പര് പാമ്പ് കടിച്ചിട്ടാണ് മരിച്ചത്. നമ്മൾ ഈ കാട്ടിൽ കഴിയുന്ന മൃഗങ്ങൾ ഇടയ്ക്ക് നാട്ടിലിറങ്ങി ഒരാളെ കൊന്നു അല്ലെങ്കിൽ വാഴ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ റോഡ് ഉപരോധിച്ച് വലിയ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാർ, നിങ്ങളോട്, ഈ ഭക്തന്മാരോടാണ് നമുക്ക് പറയാനുള്ളത്, നിങ്ങളോട് ഇതിനെ പരിഹസിക്കുന്നതൊന്നുമല്ല. നമുക്ക് കുറച്ച് ഇതിൽ വേദനയുണ്ട്. കാരണം ഇതിൽ ധർമ്മശാസ്ത്രമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ ധർമ്മം എന്ന് പറഞ്ഞ് ആചരിക്കുന്നത് എന്ന് കാണുന്നതുകൊണ്ട് പറയുന്ന. നിങ്ങൾ വെറുതെ കേരളത്തിൽ ഈ ആന ചവിട്ടി കൊന്നത്, ആന കൊന്ന കേസെടുക്കൂ, നിങ്ങൾ എടുക്കൂ. കാട്ടാന ആളുകളെ കൊന്നതാണോ, നാട്ടിൽ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അമ്പലം കേവലം ഹിന്ദുക്കളുടെ ഇതിൽ മാത്രമല്ല, ഈവൻ മുസ്ലിങ്ങളുടെ നേർച്ചയിൽ പോലും ഇത് ഉപയോഗിക്കുന്നു. അവർക്കിതൊന്നും ഇല്ലാത്തതാണെന്നാ പറച്ചിൽ, സൃഷ്ടി പൂജയൊന്നും ഇല്ലയെന്നാ പറച്ചിൽ. പക്ഷേ അതിലും വലിയ പൂജയായത്. എന്നിട്ട് എത്ര പേര് നമുക്കറിയാം. പണ്ട് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നമ്മുടെ അവിടെയുള്ള ഒരു ഏറാടിയുടെ, രാധാകൃഷ്ണ ഏറാടി, ആ ആന അതൊരു നല്ല ആനയാണ്, പാവം. എന്തായാലും ആനയാണ്. അതിനെ ഇതേപോലെ കുണ്ടോട്ടി നേർച്ചയ്ക്ക് എവിടെയോ കൊണ്ടുപോയിട്ട്, അതിന് ഈ മതം പൊട്ടുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട്. അത് അതിന് മാത്രമല്ല, പല ജീവജാലങ്ങൾക്കും ഉണ്ട് അങ്ങനെ. ഇപ്പം നമ്മൾ ഈ ഒരു ചെന്നായയും ഇതിനെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ബ്രീഡാണ് ഹസ്കി എന്ന് പറയുന്ന ഈ ഇതിൽപ്പെട്ട നായ. ഇതിന് ഈ അപസ്മാരം ഇളകുന്ന പരിപാടിയൊക്കെ ഉണ്ട്.
അപ്പോൾ അതിനെന്താന്ന് പറഞ്ഞാൽ അതിന് മരുന്നൊക്കെ കൊടുക്കണം, എന്നിട്ട് അതിനെ അടക്കിയിരുത്തും. അപ്പോൾ പല ജീവജാലങ്ങൾക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിനെ ഈ കാട്ടിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അതിനിടയ്ക്ക് ഈ അപസ്മാരം ഇളകുന്നത് പോലത്തെ ഒരു പരിപാടിയാണ് അത്. അപ്പോൾ അതിൻ്റെ ആ ദേഷ്യം മുഴുവൻ അതെടുക്കും, അത് കാണിക്കും. ഈ പറഞ്ഞ ഈ വെടിക്കെട്ടൊന്നും അതിന് ഈ ശബ്ദം ഭയങ്കര അലോസരം ഉണ്ടാക്കുന്ന ഒരു സാധനം, അതൊക്കെ ഇങ്ങനെ കൂടുതൽ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. നമ്മുടെ ചോദ്യം ഇതാണ്, നാട്ടിൽ നമ്മൾ ഈ ആനയുടെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ആന ചവിട്ടിക്കൊന്നിട്ടുള്ള, ആന ആക്രമിച്ചിട്ട് മരണപ്പെട്ടിട്ടുള്ള കണക്ക് നിങ്ങൾ എടുക്കൂ. കാട്ടിൽ നിന്ന് അത് കയറി വന്നിട്ട് ചെയ്തിട്ടുള്ളത്, അത് അതിൻ്റെ ടെറിട്ടറിയിൽ നിന്ന് അതിനെ പേടിപ്പിച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുക, അത് ക്രോസ് ചെയ്ത് കുട്ടികളുമൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ പോയി സെൽഫി എടുക്കാൻ നിൽക്കുക, അപ്പോഴൊക്കെ ഓടിച്ചിട്ട് അത് ചെയ്യും. ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ ആരാ ഹർത്താൽ നടത്തുന്നത്? ആരാ ഹൈവേ ഉപരോധിക്കുന്നത്? എന്തായി നിങ്ങൾക്ക് അതിലൊന്നും ഇല്ലാത്തത്? എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊക്കെ ഇത്തരം അവിവേകത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഈ ഭഗവത്ഗീതയുടെയൊക്കെ ജ്ഞാനം, ഈ ധർമ്മശാസ്ത്രത്തിൻ്റെ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറും. നിങ്ങളോട് പറയട്ടെ, ഈ ആന ഈ ഓടിയിട്ട് അതിന് ഇളക്കം വന്നിട്ട് അതിൻ്റെ ദേഷ്യം കൊണ്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ മരണപ്പെടുമ്പോഴും ആളുകളുടെ കാല് നട്ടലൊടിഞ്ഞ് ആശുപത്രി കിടക്കുമ്പോഴൊക്കെ നമുക്ക് അല്പ സന്തോഷം കിട്ടാറുണ്ട്. കാരണം അതിന് അങ്ങനെയെങ്കിലും പ്രതികരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. എന്നിട്ടും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിപ്പോഴും കാട്ടിലുള്ള ഓരോ ആനയ്ക്ക് പേരിട്ട് അതെപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നതെന്ന് തുടങ്ങിയിട്ട് അതിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി സമരം ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മുടെ ജ്ഞാനത്തിൻ്റെ ഗതി പറയുക, അതിനാണ് ഇത് പറഞ്ഞത്. വെറും അജ്ഞാനികൾ. മതപരമായ കാര്യങ്ങളിൽ നമ്മൾ ആ മതത്തിൻ്റെ ശരിയായ താല്പര്യം ഉൾക്കൊള്ളാതെ മൂഢമായ, നേരത്തെ ഭഗവാൻ പറഞ്ഞല്ലോ, വെറും പൊട്ടന്മാർ ആയിട്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഓവർ ടൈം എടുത്ത് നമ്മളെ നശിപ്പിക്കുകയാണ്, സമൂഹത്തെയും നശിപ്പിക്കുക. യാതൊരു വിധത്തിലുള്ള അതിൽ നിന്നുള്ള മോചനവും ഇല്ല. നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇന്നലെ ഒരു ന്യൂസ് കണ്ടത്. അത്ഭുതപ്പെട്ടു. അമ്പലത്തിലെ ശാന്തി പറഞ്ഞു ഈ ആനയെ ഒഴിവാക്കുന്നതാണ് നല്ലത്, എന്നിട്ട് പകരം വല്ല രഥമൊക്കെ ഉപയോഗിക്കാം. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വിവേകം ഉണ്ടാവട്ടെ. കാരണം ഇവർ ഇതിൻ്റെ മുകളിൽ നിന്ന് നടു ഒടിഞ്ഞ് അമ്പലത്തിൻ്റെ മുകളിൽ ആനപ്പുറത്ത് തിടമ്പ് കയറ്റി നടു ഒടിഞ്ഞ് ഇപ്പോഴും കിടക്കുന്ന ഒരു ശാന്തിക്കാരനെ നമുക്കറിയാം. നട്ടല്ലൊടിഞ്ഞിരിക്കുക. ഇങ്ങനെ എത്ര എണ്ണം? ആളുകൾക്ക് ഇങ്ങനെ കാണാനൊരു ആനന്ദം. എന്ത്? നിങ്ങൾ വല്ല മൃഗശാലയിൽ ചെല്ലുന്നേ? നിങ്ങൾക്ക് അങ്ങനെ ആനയെ കാണണമെങ്കിൽ തേക്കടിയിലുണ്ടല്ലോ, അതൊക്കെ കൂട്ടത്തോടു കൂടി വന്ന് അത് കണ്ട് ആസ്വദിക്കുമോ? അതിൻ്റെ ആ ജീവിതം കാണണമെങ്കിൽ നിങ്ങൾ ആഫ്രിക്കയിലൊക്കെ പോകൂ, വൈൽഡ് ഫോറസ്റ്റിൽ നിങ്ങൾ ചിലവഴിക്കൂ. അതാണ് ശരിയായ ജീവജാലങ്ങളുടെ രഹസ്യങ്ങളും അതിൻ്റെ ഇതൊക്കെ അറിയണമെങ്കിൽ. അല്ലാതെ കൂച്ചുവലം കിട്ട് ഈ കോന്നിന്നൊക്കെ ഇങ്ങനെ കുത്തി പരിക്കേൽപ്പിച്ച് ഒരു പരുവത്തിൽ ആനയുടെ ആ സവിശേഷ ഭാവങ്ങളൊക്കെ മാറിയിട്ട് ഒരു തെരുവ് നായയെ പോലെ കഴിയുന്ന ഈ ആനയ്ക്ക് നിങ്ങൾ ഗണേശനെന്നും പപ്പനാവെന്നും ഗോപാലെന്നും പേരിട്ട് നിങ്ങളൊക്കെ ഇത് അനുഭവിച്ച് തന്നെയേ പോവുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇതെല്ലാം ഈ പറഞ്ഞ അവിവേകത്തിൽ നിന്നാണ്. ഈശ്വരനെ അറിയാത്ത ഭഗവാനുമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾ ഈ പീഡ നടത്തുന്നത് സ്വയം ആത്മപീഡയാണ് എന്ന് തിരിച്ചറിയുകയും വേണം. അതും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. എന്തായാലും 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുക. 8-ാം അധ്യായത്തിലേക്ക് ഭഗവാൻ അർജുനൻ്റെ ഈ ചോദ്യം, എന്താണ് ബ്രഹ്മം, എന്താണ് കർമ്മം, എന്താണ് അതിയജ്ഞം, അതിദൈവം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു. മോനെ അർജുന, നാട്ടുകാരിങ്ങനെ ആനയൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട്, അതും കൂടെ നീ ഒന്ന് മനസ്സിൽ വയ്ക്കുക, നിനക്ക് ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് പറയും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി.